അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 9-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ, നമുക്കറിയാം സൗൾ ആയിരുന്ന പൗലോസ്ലീഹ. സൗൾ എന്ത് ചെയ്യുന്നു? പൗലോസ്ലീഹ എന്ത് ചെയ്യുന്നു? സഭയെ പീഡിപ്പിക്കാനായിട്ട് അവൻ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് പോകുന്ന വഴി വെച്ച് ആകാശത്തു നിന്നൊരു മിന്നലൊള്ളി വന്ന് അവന്റെ മേൽ വന്ന് പതിക്കുന്നൊരു വചനമുണ്ട്. കുതിരപ്പുറത്ത് അവൻ താഴെ വീണു, അവൻ നിലം പതിച്ചു. അതാണ് നമ്മൾ നിലം പതിക്കും. ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടൊക്കെ നിലം പതിക്കും, നമ്മുടെ അഹങ്കാരം നിലം പതിക്കും, നമ്മളെ ഞാനെന്ന ഭാവം നമ്മുടെ നിലം പതിക്കുകയും അവിശ്വാസമൊക്കെ പോവുകയും നമ്മുടെ നിരാശയൊക്കെ പോകും, എല്ലാം നിലം പതിച്ച് കുതിരപ്പുറത്ത് പോകുന്ന നിലം പതിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ മിന്നലൊളി, പരിശുദ്ധാത്മാവെന്ന് പ്രകാശം നമ്മൾ ആഞ്ഞടി നമ്മൾ പിന്നെ തന്നെ എളുപ്പപ്പെട്ടുള്ളൂ. നമ്മളൊന്നും എളുപ്പപ്പെടാത്തതിന് കാരണം ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറണ്ട്. ഒരാൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞോ ഇല്ലയോ എന്ന് അറിയാൻ ആ വ്യക്തി എളുപ്പപ്പെട്ടോ എന്ന് മാത്രം നോക്കിയാൽ ദൈവത്തിന്റെ മുമ്പിൽ വചനത്തിന്റെ മുമ്പിൽ വിശ്വാസത്തിന്റെ മുമ്പിൽ ഈശോ മിശിഹായുടെ മുമ്പിൽ അവൻ ഈശോ ആരാധിക്കാൻ തുടങ്ങി നോക്കിയാൽ മതി. അല്ലെങ്കിൽ അവന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടിട്ടില്ല, അഭിഷേകം നിറഞ്ഞിട്ടില്ല, അഹങ്കാരത്തിന് അങ്ങ് മുകളിൽ നിൽക്കുക. അവൻ്റെ അറിവ് പോലും പരിശുദ്ധാത്മാവിലും തോന്നിപ്പോവും, പക്ഷെ അറിവൊന്നും അത് വൈശാസികമായിട്ട് മാറിപ്പോവും. ഇവിടെ കാണാം, അവൻ നിലം പതിച്ചു. അടുത്ത നിമിഷം കേൾക്കുന്നത്, അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു. കേൾക്കണമെങ്കിൽ ദൈവവചനങ്ങൾ, ദൈവത്തിന്റെ സംസാരം കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയണം. സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അമ്മ ചോദിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി, നീ പീഡിപ്പിക്കുന്നത് യേശുവാണ് ഞാൻ. ഇതെല്ലാം കേൾക്കാൻ പറ്റുക, പറയാൻ പറ്റുക. കാരണം അവനിൽ പരിശുദ്ധാത്മാവിന്റെ സ്പർശമാണ്. ആദ്യം വരുന്ന മിന്നലോളി വന്നാ ജനിച്ചു. പരിശുദ്ധാത്മാവ് അവന്റെ തലയിൽ തൊട്ടു. പലപ്പോഴും നമ്മൾ പൊക്കിപ്പിടിച്ചു നടക്കുക. ലോകത്തിൻ്റെതായ സുഖം, പണം, പേര്, വീട്, അന്തസ്സ്, വലിയ കഴിവ്. പക്ഷെ ഇതെല്ലാം കാണാം. പ്രവർത്തനം നോക്കും പറയാ, പരിശുദ്ധാത്മാവാണോ ബുദ്ധിയാണോ പ്രവർത്തിക്കുന്നത്? ഒരുപാട് പേര് പ്രവർത്തിക്കുന്നത് ബുദ്ധിയാണ്. യുക്തിയും കൊണ്ട് പലത് ദൈവരാജ്യം പോലെ സ്ഥാപിക്കാൻ പല ആളുകളും പരിശ്രമിക്കുന്നു. ബുദ്ധിയും യുക്തിയും കഴിവും തങ്ങളുടെ ആരോഗ്യബലവും മാനസിക ശക്തിയൊക്കെ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ ബഹളം വെക്കാന്നല്ലാതെ യാതൊരു അർത്ഥവുമില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് സാവൂളിലേക്ക് വന്ന് നിറയുന്ന നിമിഷത്തിൽ അവൻ നിലമ്പതി, അവൻ ദൈവത്തെ കേൾക്കുമ്പോൾ അവൻ ദൈവ സ്വരം തിരിച്ചു. സാവൂൾ അവനെ പേര് ചൊല്ലി വിളിക്കുന്നു ദൈവത്തെ. നമ്മുടെയൊക്കെ ഓരോ ദിവസവും നമ്മളെയൊക്കെ ഈശോ പേരിൽ വിളിക്കുന്നുണ്ട്, പക്ഷെ കേൾക്കാൻ വേണ്ടവന്ന് സാധിക്കാത്തതിന്റെ കാരണം നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയാത്തതുകൊണ്ട്. പരിശുദ്ധാത്മാവ് നമ്മൾ ഉജ്ജ്വലിക്കപ്പെടുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ, ഒരുപാട് സമയം ഇരുന്ന് ദൈവ വചനമിരുന്ന് വായിച്ച് അത് ഭക്ഷിക്കുമ്പോഴാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കുന്നു. ഞാൻ ഈശോയിലോട്ട് വരാനും ഈശോയെ സ്നേഹിക്കാനും ഈശോയുടെ കൂടെ നടക്കാനും സാധിച്ചത്. അല്ല, ഈശോ സ്വരം കേൾക്കാൻ നിരവധി സമയം കേൾക്കാനും എനിക്ക് സാധിച്ച എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല, നേരെ മറിച്ച് ഈ പരിശുദ്ധാത്മാവ് സഹായം. ഒരിക്കലും നമ്മുടെ കഴിവുകൊണ്ടൊന്നും നമുക്കിത് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയാതെ ഒന്നും നമുക്ക് ദൈവരാജ്യത്തിന്റെ ഒരു രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനോ സ്വന്തമാക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല.